പ്രൊബേഷൻ പീരീഡിലുള്ള ഒരാൾ ജോലി റിസൈൻ ചെയ്യുമ്പോൾ നോട്ടീസ് പീരീഡ് നൽകേണ്ടതുണ്ടോ എന്ന കൺഫ്യൂഷൻ പലർക്കും ഉണ്ട്. 2021 ഫെഡറൽ ഡിക്രി ലോ അനുസരിച്ച് യുഎയിൽ പ്രൊബേഷൻ പീരീഡിലുള്ള ഒരു എംപ്ലോയി ജോബ് റിസൈൻ ചെയ്ത് പുതിയ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ കറന്റ് എംപ്ലോയറെ കുറഞ്ഞത് 1 മാസം മുമ്പെങ്കിലും അറിയിക്കണം. അല്ലാത്ത പക്ഷം പുതിയ എംപ്ലോയർ ആദ്യത്തെ എംപ്ലോയർക്ക് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് കോസ്റ്റിനുള്ള നഷ്ടപരിഹാരം നൽകേണ്ടി വരും. അതേസമയം യുഎയിൽ പ്രൊബേഷൻ കാലയളവിൽ പിരിച്ചുവിട്ടാൽ ജീവനക്കാരൻ ആവശ്യപ്പെടുകയാണെങ്കിൽ തൊഴിലുടമ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകണം. പ്രൊബേഷൻ സമയത്ത് പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്ക് അവരുടെ തൊഴിലുടമകളിൽ നിന്നുള്ള അനുഭവ സാക്ഷ്യപത്രത്തിന് അർഹതയില്ലെന്ന് തൊഴിൽ നിയമത്തിൽ പ്രത്യേകം പ്രസ്താവിക്കുന്നില്ലെന്നും നിയമവിദഗ്ധരുടെ റിപ്പോർട്ടുണ്ട്. മാത്രമല്ല, തൊഴിൽദാതാവ് നിങ്ങളുടെ തൊഴിലിനെ കുറിച്ച് സർട്ടിഫിക്കറ്റിൽ മോശമായി ഒന്നും പരാമർശിക്കരുത്. പുതിയ തൊഴിൽ നേടുന്നതിനുള്ള സാധ്യതകളെ ദോഷകരമായി ബാധിക്കുന്നതിനാലാണിത്. തൊഴിലുടമയുമായുള്ള നിങ്ങളുടെ കരാർ, സേവന കാലയളവ്, അവസാനം വാങ്ങിയ ശമ്പളം എന്നിവ പോലുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. പ്രവാസികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി വാർത്തയുടെ പേജ് ഫോളോ ചെയ്യുക.